ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് വന്നിട്ടുള്ളത് കയ്പങ്ങ വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ്. കയ്പ രുചി ഒട്ടും ഇഷ്ടപ്പെടാത്തവർക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. ഒട്ടും തന്നെ കയ്പില്ലാത്തൊരു രീതിയിലാണ് നമ്മളിത് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇഷ്ടമില്ലാത്തവർക്ക് പോലും കഴിച്ച് നോക്കാൻ പറ്റുന്ന, ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. അതിനായിട്ട് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാനിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വന്നാൽ ഒരു 1/4 ടീസ്പൂണിലും താഴെ ഉലുവ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1 ടീസ്പൂണ് കടുകും കൂടെ ചേർത്തിട്ട് കടുക് പൊട്ടി വന്നാൽ ഇതിലേക്ക് 2 മീഡിയം സൈസിലുള്ള സവാള ചെറുതാക്കി ഒന്ന് അരിഞ്ഞിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് കീറിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിനനുസരിച്ചിട്ട് പച്ചമുളകിൻ്റെ എണ്ണത്തിൽ കൂട്ടക്കുറക്കെ ചെയ്യുക. പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി നന്നായിട്ട് തന്നെ ഒന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ ഉള്ളി വാടി വന്നാൽ ഇതിലേക്ക് ഒരു 3 അല്ലി വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ചിട്ട് അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം ഒന്ന് മാറി വന്നാൽ പിന്നെ ഒരു മീഡിയം സൈസിലുള്ള തക്കാളി ചെറുതാക്കി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വാടി കുഴഞ്ഞ് വരണം. അതിനായിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഉപ്പും കൂടി ചേർത്ത് മിക്സാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് 1-2 മിനിറ്റ് നേരം ഒന്ന് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഈ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണ് ഫുള്ളായിട്ട് തന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3/4 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് അളവിൽ വ്യത്യാസം വരുത്താം. ഇനി ഈ ഒരു മസാലപ്പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. അപ്പോൾ മസാലപ്പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നാൽ ഇതിലേക്ക് ഇതുപോലെ നന്നായിട്ട് തന്നെ കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുള്ള കയ്പങ്ങ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഒരു വലിയൊരു കയ്പങ്ങയുടെ പകുതി ഭാഗം മാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ അളവിനനുസരിച്ച് എടുക്കുക. എന്നിട്ട് ഈ ഉള്ളിയും തക്കാളിയും ഒക്കെ കൂടെ ഒന്നൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇപ്പോൾ മൊത്തത്തിലൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പുളിവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. ഞാനിവിടെ ഒരു നെല്ലിക്ക വലിപ്പത്തിലും താഴെയായിട്ടാണ് പുളി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന തക്കാളിക്ക് അനുസരിച്ചിട്ട് പുളിയുടെ അളവിൽ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുക. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഞാനിവിടെ ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ട് തന്നെ ഇത് വേവിച്ചെടുക്കണം, എന്നാലാണ് ഇത് വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്തിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പൊക്കെ ചേർത്ത് മിക്സാക്കിയതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ കയ്പങ്ങ ഇവിടെ ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയം കൊണ്ട് വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് അത്യാവശ്യത്തിന് ഈ സമയം കൊണ്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ശർക്കര ഒന്ന് ചതച്ച് ഇട്ടുകൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എരിവുണ്ടോ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഉപ്പൊക്കെ നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഒരു 1-2 മിനിറ്റും കൂടെ ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. ആ സമയം കൊണ്ട് ഇതിലുള്ള ബാക്കിയുള്ള വെള്ളം കൂടെ ഒക്കെ വറ്റിയിട്ട് എണ്ണയ്ക്കൊന്ന് തെളിഞ്ഞ് വരും. അപ്പോൾ അതുവരെ ഒന്നും കൂടി ഒരു 1-2 മിനിറ്റും കൂടെ ഒന്ന് വേവിച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ കയ്പങ്ങ ഇവിടെ വെള്ളമൊക്കെ വറ്റിയിട്ട്
എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് തന്നെ സോഫ്റ്റായിട്ട് നന്നായിട്ട് കുഴഞ്ഞ് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ദാ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തീ ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ ദാ ഞാനിവിടെ തീയൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ദാ നമ്മുടെ ഒട്ടും തന്നെ കയ്പ്പ് രുചി ഇല്ലാതെ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കയ്പ്പങ്ങ വെച്ചിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കുക, എന്തായാലും ഇഷ്ടപ്പെടും. കയ്പ്പ് രസം ഒന്നും ഇഷ്ടപ്പെടാത്തവർക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. നല്ല ടേസ്റ്റാണ്. ഒട്ടും തന്നെ കയ്പ്പില്ലാത്തൊരു രീതിയിലാണ് ഇത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഒന്ന് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്